എനിക്ക് ബന്ധബലമുണ്ട്, എനിക്ക് ധനമുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഭാവിയെക്കുറിച്ച് ആശങ്കയില്ല, അതുകൊണ്ട് ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആനന്ദിക്കും. ധ്യാനത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി വന്നിട്ട് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുക. തിരിച്ച് വീട്ടിൽ ചെന്ന് ചോറുണ്ടാമെന്ന് ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ മിക്കവാറും പ്രസംഗത്തിലൊക്കെ പറഞ്ഞ ആവർത്തനം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. മർത്തോമായിലെ വലിയ മെത്രാപ്പോലീത്ത ക്രിസോസ്റ്റം തിരുമേനി ഒരു തവണ യുവജനങ്ങളോട് സംസാരിക്കാൻ പോയി. അവിടെ ചെന്ന് തിരുമേനി യൂത്തിനോട് ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ച് സംസാരിച്ചു. സോവറൻ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ചെറുപ്പക്കാരോട് തിരുമേനി ചോദിച്ചു, മക്കളെ, ഇന്ന് രാത്രി ഉറങ്ങി വെളുപ്പിക്കാമെന്ന് ധൈര്യമുള്ള ഏതുവനെങ്കിലും കൊണ്ടോടാ? ഉണ്ടെങ്കിൽ കൈവക്ക്, 1 ലക്ഷം രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആരെങ്കിലും കൈവക്കുവോ? ഞാൻ ഏതായാലും കല്ലൂപ്പാറക്കാരോട് ചോദിക്കും, തരാൻ 1 ലക്ഷം രൂപ പോയിട്ട് തികച്ചെടുക്കാൻ പൈസയില്ല, അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. പക്ഷെ തിരുമേനി ചോദിച്ചു. ഇപ്പൊ തിരുമേനിമാരെ ട്രോളാൻ നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൈ പൊക്കിട്ട് പറഞ്ഞു, എനിക്ക് നല്ല ധൈര്യമാണ്, ഞാൻ നാളെ രാവിലെ എഴുന്നേക്കുമെന്ന്. തിരുമേനി പറഞ്ഞു, ശരി, നീ ജീവനോടുണ്ട്, രാവിലെ എന്റെ അരമനയിലോട്ട് പോരാൻ പറഞ്ഞു. പക്ഷെ ഇവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞതിന്റെ പൊരുൾ ഇവന് പിടികിട്ടി. ഇവന് ഒരു രീതി കടന്നുറങ്ങാൻ പറ്റുന്നു. ഇവൻ രാത്രി കുരിശെടുത്ത് നെഞ്ചത്ത് വെച്ചു, വേദപുസ്തകം എടുത്ത് തലവണ്ണയുടെ അടി വെച്ച് ഒരു പ്രാകാരത്തിൽ നേരം വെളുപ്പിച്ച് കിട്ടിയ ഫസ്റ്റ് ബസ്സിന് തിരുമേന്റെ അരമനയിലോട്ട് ചെന്നു. തിരുമേന്റെ കാലയിലോട്ട് കവന്ന് വേണ്ടിട്ട് പറഞ്ഞു, എന്റെ പൊന്നു തിരുമേനി, എന്നോട് ക്ഷമിക്കണം, ഇന്നലെ ഒരുപോലെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. എന്നാ പറ്റിയടാ? തിരുമേനി, ഇന്നലെ ഞാൻ അവിവേകം പറഞ്ഞു, ദൈവത്തിന്റെ പരമാധികാരത്തെ ഞാൻ ചോദ്യം ചോദിച്ചു, ആയുസ് ദൈവത്തിന്റെ കയ്യിലാ. തിരുമേനിയുടെ മറുപടി അതിലും രസമാണ്, എടാ പൊന്നടാവേ, ഞാനും ഇന്നലെ ഒരുപോലെ കണ്ണ്, നീ എങ്ങാനും ജീവനോടെ വന്നാ ഈ 1 ലക്ഷം രൂപ വെറുതെ എടുത്ത് അച്ഛാ എല്ലാരും എഴുന്നേറ്റിട്ടുണ്ട് അച്ഛാ. പക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോഴും അടുത്ത നിമിഷം യാഥാർത്ഥ്യമല്ലാതിരിക്കെ മരണമെന്ന ബോധം എപ്പോഴും ഭരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാനൊരു 8 മാസം പ്രസംഗത്തിന് പോയില്ല. കാരണം എനിക്ക് തന്നെ ഞാനൊരു വെറും പ്രസംഗ തൊഴിലാളിയാണെന്ന് തോന്നിപ്പോയി. പണ്ട് നമുക്കുണ്ടായിരുന്ന പിതാക്കന്മാർ അധികം പ്രസംഗിക്കത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം അഭിവന്ദ്യനായ സേവ്യറിസ് തിരുമേനിയുടെ ഒരു പ്രസംഗം കേട്ടോണ്ടാ വന്നത്. തിരുമേനി അതിനകത്ത് പറയുന്നുണ്ട്, കാലം ചെയ്ത് ഈവാനിസ് തിരുമേനിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ഒരു തവണ അവിവേകപൂർവ്വം തിരുമേനി ഒരു ചോദ്യം ചോദിച്ചു. ഈവാനിസ് തിരുമേനി എന്റെ ദേവാലയം സ്ഥാപിച്ച എല്ലാ വർഷവും പെരുന്നാളിന് തിരുമേനിക്ക് ഒറ്റ പ്രസംഗമേ ഉള്ളൂ. അപ്പൊ ഞാനും ഓർത്തിട്ടുണ്ട് ഈ തിരുമേനി വായിക്കാത്തത് കൊണ്ടായിരിക്കും. ഇന്നാണ് എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയത്. സേവ്യറിസ് തിരുമേനി ഒരു തവണ എന്ന് ഈവാനിസ് തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ഒരുപാട് വായിക്കുകയും നോട്ടൊക്കെ എഴുതും, പക്ഷെ പ്രസംഗമല്ല ഒന്ന് തന്നെയല്ലേ? പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, സൂക്ഷിക്കണം, സാത്താൻ വരുന്നുണ്ട്. തിരുമേനി പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അച്ഛാ, 27 വർഷമായി ഞാൻ കോട്ടയം ഭദ്രാസനത്തെ സേവിക്കുന്നു. ഞാൻ 27 വർഷം ഇത് പറഞ്ഞിട്ടും ഇവരാരും ഇതുവരെയും ചെവിക്കൊള്ളുന്നു. അടിസ്ഥാനം ഇട്ടിട്ടല്ലേ മേപ്പോട്ട് ആദ്യം നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ പിതാക്കൻ പാമ്പാടി തിരുമേനി, പരമല തിരുമേനി ഒക്കെ ആദ്യം പറയുന്നത്, മക്കളെ ഓർക്കണം, മരണം, ന്യായവിധി, സ്വർഗം, ഇതിനെക്കുറിച്ചൊരു ബോധ്യം എപ്പോഴും ഉണ്ടായാൽ ജീവിതം റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. കഴിഞ്ഞ ഞായറാഴ്ച എത്രയും മനോഹരമായ ഞായറാഴ്ചയാ. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പേടി മരണത്തെ, ദൈവത്തെ പോലുമല്ല, മരണത്തെ ഭയം. എന്നാൽ അവിടെ ഒരു പ്രത്യാശ നമുക്കുണ്ട്, മരണത്തിലൂടെയുള്ള ജീവനിലേക്കാ. പലരും ലോകത്തിൽ ശ്രമിച്ചിട്ടുണ്ട് മരണത്തെ അതിജീവിക്കാൻ. മരണത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ആണോ? സാധ്യമല്ല. അമരത്വം എന്ന് പറയുന്നത് പല സിനിമകൾക്കും വിഷയമായിട്ടുണ്ട്. പക്ഷെ പലരും ശ്രമിച്ചു. 2013 ഗൂഗിളിന്റെ CEO അദ്ദേഹം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, മരണത്തെ ഉല്ലംഘിക്കുന്ന, അതിജീവിക്കുന്ന ഒരു സാധ്യതയെ കുറിച്ച് പഠിക്കാൻ. കാലിഫോ ലൈഫ് കമ്പനി 2013 സ്റ്റാർട്ട് ചെയ്ത് CEO കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. കമ്പനിക്ക് പുതിയ CEO വന്നു. അന്ന് ടൈം മാഗസിൻ ഒരു തലക്കെട്ടോടുകൂടി ആർട്ടിക്കിൾ എഴുതിയത് ഇതാണ്, ക്യാൻ ഗൂഗിൾ സോൾവ് ഡെത്ത്? ഗൂഗിളിന് മരണത്തെ പരിഹരിക്കാൻ സാധിക്കുമോ? വർഷങ്ങൾ എത്രയായി, നൂറ്റാണ്ടുകൾ എത്രയായി, മനുഷ്യർ പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്, സാധിക്കത്തില്ല. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു ഉത്തരമുണ്ട്, മരണത്തിലൂടെ അമരത്വമല്ല നമ്മൾ ശ്രമിക്കുന്നത്, നിത്യജീവനിലേക്കുള്ള പ്രയാണമാണ്. ആ ബോധ്യത്തിലാണ് കല്ലറക്കൽ. ഞാനതുകൊണ്ട് എപ്പോഴും പറയും, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പോകാൻ ഏറ്റവും മടിയുള്ള സ്ഥലം എവിടാ? 12ാമത്തെ വയസ്സിൽ യേശുവിനെ കാണാതായപ്പം അമ്മയപ്പന്മാർ ആദ്യം ഓടിപ്പോയത് എങ്ങോട്ടാ? ഇപ്പത്തെ ചങ്കത്ത് കൈവച്ചിട്ട് പറയാം, നിങ്ങളുടെ പിള്ളേരെ കാണാതെ പോയാ നിങ്ങൾ ഒരിക്കലും വന്ന് അന്വേഷിക്കാത്ത സ്ഥലം എവിടാ? അവൻ തെറ്റിപ്പോയിട്ട് പോലും അങ്ങോട്ട് പോകുമെന്ന് പേടിക്കണ്ട. പക്ഷെ ജീവനോട്ടിരിക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ വരേണ്ട സ്ഥലം പള്ളിയാ. എന്തുകൊണ്ടാ?
കാരണം ലോകത്ത് എന്തെല്ലാം നേടിയെടുത്താലും അവസാനം നമ്മൾ കിടക്കുന്ന സ്ഥലം എവിടാ? പള്ളിയാ. അവിടെ പോയി ഒരു ധ്യാനം നയിക്കണം. എന്റെ ജീവിതത്തിന്റെ പരമാധികാരം ദൈവത്തിനായിരിക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം 29 വയസ്സുള്ള അവന്റെ കല്യാണ വസ്ത്രം അണിഞ്ഞ് 1 വർഷം മാത്രം വിവാഹം കഴിഞ്ഞിട്ടായ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിന് പോയി നിന്നു. ഒരു മനുഷ്യനോട് ചോദിച്ചു, അച്ഛാ ദൈവം ഉണ്ടോ? ദൈവം ഉണ്ട്, ഈ കടുങ്കൈ ഇവരോട് ചെയ്യുവോ? ആ പെങ്കൊച്ച് ഞാൻ അവിടെ ചെന്നപ്പോ പ്രസംഗിച്ചപ്പോ എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക. അച്ഛനായ ഞാനും ചിന്തിച്ചു, ദൈവം എന്നാലും ഇതെന്താ ചെയ്തത്? പക്ഷെ അവിടെ ഒരു ഉത്തരവിതാ, നിനക്ക് തന്ന ജീവിതം നീ ഇതുവരെ ഭംഗിയായിട്ട് ജീവിച്ചോ? ഇതെല്ലാവരോടും ചോദിക്കും. അച്ഛനായ എന്നോട് ചോദിക്കും, നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കും. അവിടെ നമുക്കൊരിക്കലും പറയാൻ അധികാരമില്ല, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആനന്ദിക്കും. കാരണം എന്റെ ജീവന്റെ പരമാധികാരം എന്റെ ദൈവത്തിന്റെ കയ്യിലാണോ? അവിടെ എന്താ നമ്മൾ ദൈവം പറയുന്നതിനെ അനുസരിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ കാരണം അതാ. അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലാ. അതുകൊണ്ടാണ് ഒരു ശനിയാഴ്ച പ്രത്യേകമായിട്ട് സഭ ക്രമീകരിച്ചിട്ടുണ്ട്, ലാസറിന്റെ ശനി. എന്തുകൊണ്ടാ? ഞാൻ സേവനമനുഷ്ഠിച്ചതൊക്കെയും വടക്കൻ ഭദ്രാസനത്തിലാണ്. അപ്പൊ അങ്ങോട്ടൊക്കെ ഈ ലാസറിന്റെ ശനിയാഴ്ച വളരെ സന്തോഷമാണ്. അന്നൊരു നേർച്ചയുണ്ട്, കോഴിക്കട്ട നേർച്ച. അപ്പം ഈ കോഴിക്കട്ട ലാസറുമായിട്ട് എന്നെ ബന്ധം എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ചെന്ന് അവിടുത്തെ ഒരു കാർന്നോരോട് ചോദിച്ചു, അച്ചായ എന്തിനാ ഈ കോഴിക്കട്ടെ ലാസറിന്റെ ശനിയാഴ്ച? അപ്പം അപ്പച്ചൻ പുതിയൊരു ദൈവശാസ്ത്രം എന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. അച്ഛൻ പറഞ്ഞു, അത് പിന്നെ അച്ഛാ ഈ കോഴിക്കട്ട ഇങ്ങോട്ട് പൊട്ടിക്കുമ്പം അവലുമൊക്കെ വിളയിച്ചത് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോ സന്തോഷമല്ലയോ? ലാസർ അന്ന് തൊട്ട് ഞാൻ കോഴിക്കട്ട തിന്നിട്ടില്ല. എന്നാൽ ലാസറിന്റെ അനുഭവത്തിൽ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, യേശു അവൻ മരിക്കുമെന്നറിഞ്ഞു, എന്നിട്ടും മനഃപൂർവ്വമായിട്ട് വൈകി, അല്ലേ? പക്ഷെ ലാസർ അഴുകി തുടങ്ങിയെടുത്ത് ദൈവം കല്ലറയുടെ വാതുക്കൽ വന്ന് നിന്നു. ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, യേശു കണ്ണുനീർ വാർത്തു. ഇവിടെ പറയുന്നു, യേശുവിന് ലാസറിനോടുള്ള ബന്ധം, ഹൃദയബന്ധം അത്ര ആഴത്തിലാണെന്ന് ചിലർ ചിന്തിച്ചു. ചിലയിടത്ത് പറയുന്നു അവന്റെ മനുഷ്യത്വം, അത് വേദവിപരീതമാണ്. അവന്റെ മനുഷ്യത്വം തെളിഞ്ഞു വന്നതാണ് ആ കണ്ണുനീരല്ല. യേശു എന്തിനാ കരഞ്ഞത്? യേശു കരഞ്ഞതിന്റെ പിന്നിലെ സാങ്കത്യം അർത്ഥം മറ്റൊന്നുമല്ല. ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പം, സാരാംശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചപ്പം അവന് കൊടുത്ത അവന്റെ സ്റ്റാറ്റസ് ദ്രവത്വമില്ലാത്ത, അഴുകാത്ത, മരണത്തിനധീതമായ ജീവിതം, അഴുകാത്ത ദ്രവത്വമില്ലാത്ത ശരീരമാണ്. പക്ഷെ പാപം ചെയ്ത മനുഷ്യൻ അവന് കൊടുത്ത അനുഗ്രഹത്തെ കളഞ്ഞിട്ട് അഴുകുന്ന ശരീരം, ദ്രവത്വമുള്ള ശരീരം സ്വീകരിച്ചു. ഈ മനുഷ്യന്റെ ഡിസിന്റഗ്രേഷനെ പറ്റി, ദ്രവത്വത്തെ ഓർത്തിട്ടാണ് കല്ലറയുടെ വാതിക്കൽ സൃഷ്ടാവായ കർത്താവ് കരഞ്ഞത്. പക്ഷെ നമ്മുടെ പ്രത്യാശ എന്താ? ആ കണ്ണുനീർ നിരാശാജനകമല്ല. ആ കണ്ണുനീരിനപ്പുറത്തേക്ക് ക്രിസ്തു ഒരു വാതിൽ തുറന്നു. മരണത്തിലൂടെ, തന്റെ മരണത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, പുനരുദ്ധാനത്തിലൂടെ ദൈവം നമ്മളോട് ഒരു വലിയ സത്യം പറഞ്ഞു തന്നു. നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. എന്താ? പുനരുദ്ധാനത്തിന്റെ, നിത്യതയുടെ പ്രത്യാശ. അതുകൊണ്ട് മരണത്തെ ഭയന്നല്ല ജീവിക്കണം, മറിച്ച് മരണത്തിനപ്പുറം, മരണത്തെ ഉല്ലംഘിക്കുന്ന നിത്യജീവന്റെ അനുഭവത്തിലേക്കുള്ള ഒരു പ്രത്യാശ ഈ പള്ളിയിൽ വരുമ്പോൾ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ജീവിതത്തിന്റെ പരമാധികാരം നമുക്ക് പോലുമല്ല, നമ്മുടെ ദൈവത്തിനാ. ആണോ? ജീവിതത്തിന്റെ പരമാധികാരം നമ്മുടെ ദൈവത്തിനാ. പക്ഷെ പലർക്കും ഇന്നത് പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ അധികാരം നമ്മുടെ കയ്യിൽ പോലും അല്ല. ആണോ? ഇപ്പൊ നിങ്ങള് പണ്ടൊക്കെ സാധനങ്ങൾ മേടിക്കുന്ന എങ്ങനെയാ? പണ്ട് വീട്ടിലൊരു സാധനം തീർന്ന അമ്മ ഒരു ചെറിയ പേപ്പർ എടുത്തൊരു കുറിപ്പെഴുതും. പഞ്ചസാര 1, മല്ലി 1 പാക്കറ്റ്, 100 ഗ്രാം കടുക്. എന്നിട്ട് കൊച്ചു പയ്യന്റെ കയ്യിലോട്ട് ഇത് കൊടുക്കും. അടുത്തുള്ള കടയിൽ പോകാൻ പറയും. അവനൊരു ഉന്തുവണ്ടിയായിട്ട് ഈ കടയിലോട്ട് ഓടിച്ചെന്ന് കടയിൽ എന്തുണ്ട്? ഒരു പലക തട്ടുണ്ട്. അതിനകത്തോട്ട് കസ്റ്റമർക്ക് പ്രവേശനമില്ല. ആണോ? അല്ല, പറ എങ്ങനെയല്ലായിരുന്നു? അതിനകത്തോട്ട് കസ്റ്റമർക്ക് ഈ ചീട്ട് കൊടുക്കും. ചീട്ടിൽ പറഞ്ഞ് ആവശ്യമുള്ള സാധനം മാത്രം കടക്കാരനെടുത്ത് ഇപ്പൊ എല്ലാ കടയും തുറന്നു വരുത്തിയിട്ടേക്കുക. ഉന്താൻ ഒരു വണ്ടിയും കൂടെ ഉണ്ട്. പിന്നെ ഈ പാർട്ടികളെ പിന്നെ പിടിച്ച കിട്ടുമോ? എന്റെ ചേട്ടൻ വലിയൊരു പിശുക്കനാ. കണ്ടാ അങ്ങനെ പറയത്തില്ല, എന്നെ പോലല്ല, എന്റെ ഡബിളുണ്ട്. അപ്പൊ എന്റെ ചേട്ടത്തി ആര് ഉന്തുവണ്ടി എടുത്ത് ഇറങ്ങിയ വലിയ പ്രശ്നമാണ്. അപ്പൊ ചേച്ചി എടുത്ത് ഉന്തുവണ്ടിയിലോട്ട് ഇടും. എന്റെ ചേട്ടൻ പുറകെ എടുത്ത പകുതി സാധനം എടുത്ത് തിരിച്ച് വായിക്കും. പണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയായിരുന്നു? അതിനുള്ളത് മാത്രമേ നമ്മൾ മേടിക്കും. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല, ഇതെനിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ മേടിക്കാന്ന് ഓർത്ത് നമ്മളങ്ങ് ഉന്തി ഉന്തി അവസാനം എവിടെ ചെന്ന് പറ്റും? എവിടെ ചെന്നു?
നമ്മുടെ ചോയ്സിനെ പോലും നിയന്ത്രിക്കുന്നത് പരസ്യങ്ങളാണ്. ആണോ? നമ്മളൊരു ഗോതമ്പ് പൊടിയെന്ന് ഇപ്പൊ പള്ളിയിലെ ശുശ്രൂഷക്കാരൻ കുർബാനയപ്പം അടിച്ചു കാച്ചാനുള്ള പൊടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ആശീർവാദിന്റെ ഗോതമ്പ് പൊടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ ഒരു പ്രസംഗത്തിന് പോയപ്പോൾ എൻ്റെ വണ്ടി ഒരു മുമ്പിൽ ഒരു ലോറി പോയി. പാട്ടും പാടി പുട്ടുണ്ടാക്കാം, പൊൻകതിർ പുട്ടും പൊടി. പുട്ടുണ്ടാക്കാൻ പാട്ട് പാടണോ? പക്ഷേ ഇപ്പോഴത്തെ പരസ്യം അതാ. അപ്പം നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ചോദിക്കും, ചേട്ടാ പൊൻകതിർ ഇല്ലയോ? പല്ല് തേക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ കോൾഗേറ്റ് വരുമോ? കക്കൂസ് കഴുകുന്ന കാര്യം ആലോചിക്കുമ്പോഴേ സിനിമാ നടനും ഹാർപ്പിക്കും നമ്മുടെ മുമ്പിൽ. നമ്മുടെ ബുദ്ധി യുക്തി ഉപയോഗിക്കുന്ന. അതുകൊണ്ടാണ് പണ്ട് 2 LIC-ക്കാർ ഒറ്റ ദിവസം ഒരേ സമയം ഒരു വീട്ടിൽ വന്നു. അമ്മാമ്മ 2 പേരോടും പറഞ്ഞു ഇരിക്കുക. ഒന്നാമത്തെ LIC-ക്കാരൻ പറഞ്ഞു, അമ്മാമേ എന്റെ കയ്യിൽ നല്ലൊരു പോളിസി ഉണ്ട്, അച്ചായം തട്ടിപ്പോയാ 30ാമത്തെ ദിവസം അമ്മാമ്മയുടെ കയ്യിലോട്ട് മുഴുവൻ പൈസയും. ഈ അമ്മാമ്മയ്ക്ക് സന്തോഷമായി. 40 അങ്ങനെയാണ് ഗംഭീരമായിട്ട് നടത്താം. ഇത് കേട്ട 2ാമത്തെ LIC-ക്കാരന് ദേഷ്യം വന്നു. പറഞ്ഞു, അമ്മാമ്മ ഇതിനേക്കാൾ നല്ലൊരു പോളിസി എന്റെ കയ്യിലുണ്ട്. ഉദാഹരണ സഹിതം ഞാൻ പറയാം. അമ്മാമ്മയുടെ അച്ചായൻ 50 നിലയുള്ള കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് വീഴുക എന്ന് വിചാരിച്ചോ? 25ാമത്തെ നിലയുടെ അവിടെ എത്തുമ്പോഴത്തേക്കിനും അമ്മാമ്മയുടെ കൈ പൈസ കൊണ്ടുവന്ന് ഞാൻ തന്നേക്കും. അമ്മാമ്മ ഏത് തെരഞ്ഞെടുത്തു? 2ാമത്തെ. അച്ചായന്മാർ സൂക്ഷിച്ചോ, ഇപ്പോഴേ LIC എടുക്കാനിരിക്കുക. പരസ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നിടത്ത് നമ്മുടെ ജീവിതത്തിന്റെ പരമാധികാരം നമുക്കാണോ എന്ന് സംശയിക്കുന്നിടത്ത് ഈ പള്ളിക്കുള്ളിൽ ധ്യാനത്തിലേക്ക് നമുക്ക് പറയാൻ സാധിക്കണം, അവൻ എന്നോട് കൽപ്പിച്ചത് ഞാൻ അനുസരിക്കണമെങ്കിൽ അതിനൊരു കാരണം, എന്റെ കയ്യിലല്ല എന്റെ അധികാരം, എന്റെ ജീവന്റെ അധികാരം, ജീവിതത്തിന്റെ അധികാരം. ഇത് പറഞ്ഞു പഠിപ്പിച്ച മഹാനായൊരു നേതാവ് ഇന്ത്യക്കുണ്ടായിരുന്നു. പണ്ടത്തെ നേതാക്കന്മാരൊക്കെ വളരെ ക്വാളിറ്റി ഉള്ളവരെ, ഇന്ന് വെറും നേതാവ് മാത്രമേ ഉള്ളൂ. ഞാനതുകൊണ്ട് പറയാറുണ്ട്, 2 വിഭാഗം ആളുകൾക്കാണ് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ടാത്തത്, ക്വാളിഫിക്കേഷൻ വേണ്ടാത്തത്. ഒന്ന് കേരളത്തിൽ മന്ത്രിയാകാനും പിന്നെ സൺഡേ സ്കൂൾ ടീച്ചറാകാനും. യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ട, അല്ലേ? അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ ഭാരതത്തിന് അഭിമാനിക്കാൻ പണ്ട് ഉണ്ടായിരുന്ന നേതാക്കന്മാര് വളരെ ക്വാളിറ്റി ഉള്ളവരാ, ദർശനവും ആദർശവും ഉള്ളവരായിരുന്നു. അവിടെ അങ്ങനെ ഒരു നേതാവായിരുന്നു APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ പ്രഥമ പൗരൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളായിരുന്നു PM നായർ, മലയാളി. അങ്ങനെ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ വസതിയിൽ ഒരു ചായ സൽക്കാരം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ക്രമീകരിക്കാൻ PM നായരെ ഏൽപ്പിച്ചു. 100-300 VIP-കൾക്ക് വേണ്ടിയിട്ടുള്ള ചായ സൽക്കാരം ഓപ്പൺ ഗാർഡനിൽ വെച്ചാണ് ക്രമീകരണം. എല്ലാ ക്രമീകരണവും പൂർത്തീകരിച്ചു. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പം വലിയ മഴക്കോള് ആകാശത്ത് രൂപം കൊണ്ടു. വലിയ കാർമേഘം രൂപാവൃതമായി. PM നായർക്ക് വലിയ ഭയമായി. ഇനി പെട്ടെന്ന് ഇത് മാറ്റി മറ്റൊരിടത്തേക്ക് സെറ്റ് ചെയ്യുക അസാധ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ആകപ്പാടെ വിഷമിച്ച് ഇദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഈ ജനകോടികളുടെ പ്രഥമ പൗരന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, സാർ ആകപ്പാടെ പ്രതിസന്ധിയാ. എന്ത് പറ്റി? നമ്മൾ ഓപ്പൺ ഗാർഡനിലാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്, പക്ഷേ വലിയ മഴയ്ക്കൊരു സാധ്യത, ഇനി മറ്റൊരു സ്ഥലം ക്രമീകരിക്കുക. നിരാശയോടുകൂടി നിന്ന് PM നായർ എഴുതുന്ന എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അദ്ദേഹം ഒരു നിമിഷം മൗനമായി മേളിലോട്ട് നോക്കി. എന്നിട്ട് PM നായരോട് പറഞ്ഞു, മിസ്റ്റർ നായർ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മോളിലുള്ള ആളോട് പറഞ്ഞിട്ടുണ്ട്. PM നായർ പറയുന്നത് എങ്ങനെയാണ്? ഈവൻ ഫോർ ദ ഹയസ്റ്റ് there is a higher. ഉയരത്തിൽ വസിക്കുന്നവന്റെ, ഉയരങ്ങളിൽ വസിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് എല്ലാ സന്ധ്യയ്ക്കും ഒരു പ്രാർത്ഥനയെല്ലാം പറഞ്ഞു, ഞാൻ എന്റെ കണ്ണ് എന്റെ പർവ്വതത്തിലേക്ക് ഉയർത്തും, എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം നിസാരക്കാരനല്ല. ആണോ? ഇതൊക്കെ ചൊല്ലിവിടാനുള്ളതല്ല. എന്റെ ബലഹീനതയിൽ എന്നോട് കൂടെ ഇരുന്ന് എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തനക്കാരനോട് ചേർത്തിയുള്ളെന്ന് എനിക്ക് പറയണം. എന്റെ ജീവന്റെ മേലും ജീവിതത്തിന്റെ മേലും അധികാരമുള്ള ഒരു ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കണം. യു ഡു ഇറ്റ്. അമ്മ പറഞ്ഞു, ജീവിതത്തിൽ ഒരു നേട്ടവും ഞാൻ എന്റെ കർത്താവിനെ കൊണ്ട് നേടിയിട്ടില്ല. ഉണ്ടോ? കന്യാമറിയാവിനെ കുറിച്ച് ചോദിച്ചു. എനിക്ക് പലയിടത്തും വലിയ ആശ, എല്ലാ പള്ളിയിലും തിരിശേഷിപ്പ. പാവം പിടിച്ചൊരു സ്ത്രീ, ലോകപ്രകാരം ഒന്നും നേടാത്ത സ്ത്രീ, ഇതിനും വേണ്ടി വസ്ത്രം ഇടുന്നായിരുന്നു അമ്മയ്ക്ക്. ഉണ്ടോ? ജീവിതത്തിൽ ഒന്നും നേടാത്ത സ്ത്രീ ശുശ്രൂഷകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യ്. അതിന്റെ ഫലം തിന്നാൻ വേണ്ടിയിട്ടല്ല,
അതിന്റെ ഉത്തരം, ഒന്നാമത്തെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്, ഞാനത് അതനുസരിച്ചേ മതിയാകൂ. പലരുടെയും വിചാരം ഈ വേദപുസ്തകം ഇങ്ങനെയും ജീവിക്കാമെന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ ടെക്സ്റ്റാ. അല്ല, ഇറ്റ്സ് മാൻഡേറ്ററി. ഇതിങ്ങനെ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന പുസ്തകമാ. ആണോ? ഇങ്ങനെ മാത്രമേ ജീവിക്കാവൂ എന്ന് നിർബന്ധപൂർവ്വം പറയുന്ന പുസ്തകമായിരിക്കുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും വേദപുസ്തകം വായിക്കാത്തത്. വായിച്ചു കഴിഞ്ഞ പ്രശ്നമാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ വടക്കൻ ഭദ്രാസനത്തിൽ ഒരു ഗുണമുള്ളത്, അവരെല്ലാ വർഷവും വീട് കൂദാശി. തെക്കോട്ട് അത്രയ്ക്ക് എങ്ങോട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല. നിങ്ങളെ ജയിക്കാത്തതിന്റെ ഒരു കാരണം അച്ഛന്മാർക്ക് എന്തെങ്കിലും ഒന്ന് നല്ലൊരു ഭക്ഷണം കൊടുക്കണം, രണ്ടെന്ത് അച്ഛന്മാർക്ക് വടക്കോട്ട് പിന്നെ അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാ വർഷവും അവർ വെള്ളം മാത്രമല്ല കളഭം എന്ന് പറയും, അല്ലെങ്കിൽ കുന്തിരിക്ക് വരച്ച് വെക്കും. എന്നിട്ട് അതും കൂടെ കട്ടിളമേൽ റൂഷ്മ ചെയ്യും. അത് മായുന്നതിന്, പിറ്റേ വർഷം അത് മായുന്നതിന് മുമ്പ് അവരടുത്ത വർഷം അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും. അപ്പൊ എനിക്കും വലിയ സന്തോഷം തോന്നി. അത് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത്, ചിലരുടെ ഒരു ധാരണ വീട് കൂദാശ നടത്തുക എന്ന് പറഞ്ഞാൽ മറതി ഓടിച്ചു വിടുക എന്നാ, അല്ലേ? അച്ഛന്മാര് കറുത്തപ്പായൊക്കെ ഇട്ട് അങ്ങോട്ട് വന്ന് അതിനകത്തുള്ള പിസ എവിടെ ആനമർദ്ദ ഇതിനകത്ത് നിൽക്കുക. ഡ്രാക്കുള പുറത്തോട്ട് പോയിട്ടില്ല. പിന്നെ എന്തിനാ കൂദാശ? നിങ്ങൾ ഓർത്തോണം, അച്ഛൻ വന്ന് കൂദാശ ചെയ്താൽ അന്ന് തൊട്ട് നിങ്ങൾക്ക് നഷ്ടമാണ്. അച്ഛാ ഇനിയും ചിലപ്പം വീടുകൂദാശയുടെ എണ്ണം കുറയുമായിരിക്കും, എന്നോടൊന്നും തോന്നില്ല. അവിടെ വായിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ ഓർക്കും, പിതാക്കന്മാർ എത്ര ബുദ്ധിമാന്മാരാ. ഏത് ഭാഗം? സക്കായിയുടെ അനുഭവമാണോ? യേശുവിനെ കാണണമെന്ന് ആദ്യമായിട്ട് ആഗ്രഹിച്ച് അവൻ അഭയം പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെയാണ് അന്നേരം കൊതുക് പോലെ കാണാൻ വലിയ മെനയില്ലാത്തൊരു അച്ഛൻ വന്നിട്ട് ഇതെല്ലാം കൂടെ പറഞ്ഞു. ആകപ്പാടെ സ്വസ്ഥത പോയി. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് സഭയെന്ന് പറയുന്ന കാട്ടത്തിയിൽ കയറി. യേശു അവനെ കണ്ട് അവന്റെ വീട്ടിൽ പ്രവേശിച്ച് കയറിയപ്പോ തൊട്ട് സക്കായിക്ക് നഷ്ടമാണോ? പക്ഷെ സക്കായി സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ സമ്പാദിച്ചുള്ളത് പകുതി ഏതോ ഒരുവനെങ്കിലും ഞാൻ അപഹരിച്ചു, 1/4 വീതം തിരിച്ചു കൊടുത്തു. ബാങ്ക് ബാലൻസ് നടുവേ കുറഞ്ഞു പോയ മനുഷ്യന്റെ പേരാ സക്കായി. ആണോ? അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അച്ഛൻ വരുമ്പോഴത്തേക്കും പറയുന്നു, പരിശോധനയ്ക്ക് ശേഷം ഇയ്യോബിനെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെ ഇന്നോട്ട് എന്ത് തുടങ്ങും? അപ്പം പരിശോധന ആരംഭിക്കും. പക്ഷെ ഒരു വിശ്വാസിക്ക് അവിടെ പറയാൻ സാധിക്കണം, ഞാൻ എൻ്റെ കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം എൻ്റെ ഈ പ്രതിസന്ധികളെ മറികടത്തുന്ന, എൻ്റെ ജീവന്റെ മേലും ജീവിതത്തിന്റെ മേലും അധികാരമുള്ള ഒരുവനേ ഉള്ളൂ, എൻ്റെ ദൈവം. അവൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ചെയ്യുമോ? അവൻ എന്തെന്നോട് കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കും.